അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ മാസമാഗതമായതോടെ ജമാഅത്തിന് ശേഷവും അല്ലാതെയും നിരന്തരം നാം അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുആ ആണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അല്ലാഹു ഏകനാണെന്ന സത്യസാക്ഷ്യം ഉരുവിട്ട് അവനോട് പാപമോചനം തേടിയ ശേഷം നാം അല്ലാഹുവിനോട് തേടുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവേ നിന്നോട് ഞാൻ സ്വർഗ്ഗത്തെ ചോദിക്കുന്നു, വ അഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് കാവൽ തേടുകയും ചെയ്യുന്നു. നാം പലപ്പോഴും ലാഘവത്തോടെ ഇമാമിന്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്റിന്റെ അർത്ഥം നമുക്ക് അനിവാര്യമായ സകലമാന സൗകര്യങ്ങളുടെയും പറുദീസയായ സ്വർഗത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ഭീതിജനകമായ ഒരിക്കലും അനുഭവിക്കാൻ ത്രാണിയില്ലാത്ത നരകത്തെ തൊട്ട് കാവൽ തേടുമ്പോഴും നാം ചോദിക്കുന്നതെന്ത്, നാം കാവൽ തേടുന്നതെന്തിന് എന്ന ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നില്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം പലയാവർത്തി നമ്മുടെ മനസ്സിലേക്ക് പ്രതിധ്വനിക്കേണ്ടതുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്നത വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമുസ് സ്വാബിരീൻ. അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന, നിങ്ങൾ അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമുസ് സ്വാബിരീൻ, നിങ്ങളിൽ നിന്ന് ജിഹാദിനിറങ്ങിയ ക്ഷമാശീലരായ അവരറിഞ്ഞതൊന്നും അറിയാതെ എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ, പ്രിയമുള്ള വിശ്വാസികളെ, അവരനുഭവിച്ച യാതനകളൊന്നും അനുഭവിക്കാതെ, അവര് സഹിച്ച ത്യാഗങ്ങളൊന്നും സഹിക്കാതെ നമ്മളും ചോദിക്കുന്നത് അതേ സ്വർഗത്തിന് വേണ്ടിയാണ്. ഒരുപാട് ആശിച്ച ശേഷം ഒരു വിവാഹം ശരിയായി വിവാഹ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോ യുദ്ധത്തിനുള്ള വിളിയാളം കേൾക്കുമ്പോ മുഖത്ത് ഒരു മുഖം മൂടി വലിച്ചിട്ട് അടർക്കളത്തിലേക്ക് പോയി ഷഹീദായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ സഹിച്ച ത്യാഗങ്ങൾ എത്ര! ഈ വിശ്വാസധാരയിൽ അടിയുറച്ചു നിന്നതിന് വേണ്ടി ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ മലർത്തിക്കിടത്തി ചുടുപാറ നെഞ്ചിലേറ്റി വെച്ചപ്പോഴും അഹദ് അഹദ് എന്ന് മന്ത്രിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്! അങ്ങനെ തുടങ്ങി അവരൊക്കെ സഹിച്ചതുപോലെ നാം സഹിച്ചില്ല. എന്നിട്ടും നാം വളരെ ലാഘവത്തോടെ ചോദിക്കുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, പടച്ചോനെ സ്വർഗം തരണേ, വ അഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് കാക്കണേ. ഇവിടെയാണ് അല്ലാഹു ചോദിക്കുന്നത് അം ഹസിബ്തും അൻ തദ്ഖുലൽ ജന്ന, അത്ര എളുപ്പം സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാലും നമുക്ക് സ്വർഗത്തിലെത്തിയേ തീരൂ. അതിനുള്ള മാർഗമാണ് റമളാൻ. നമുക്ക് സ്വർഗത്തിലെത്തണം. ഒരു മനുഷ്യന്റെ സ്വർഗ നരകത്തെ തീരുമാനിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം അവന്റെ നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ എന്റെ പ്രിയമുള്ളവർ, നന്മ അധികരിപ്പിച്ച് സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയണം. അതിന് പ്രേരകമാകുന്ന ഒരു ഹദീസ് ഉണർത്തട്ടെ. അരമ്പ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫ്, മോനെ, നന്മയിൽ നിന്ന്, നല്ല കാര്യത്തിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമാക്കി കാണരുത്. അതൊരു ചെറിയ കാര്യല്ലേ, അതൊഴിവാക്കാമെന്ന് വെച്ച് നന്മയിൽ നിന്നൊന്നും നീ നിസ്സാരമാക്കി കാണരുത്. നമ്മുടെ നേതാവ് തൊട്ടുടനെ പറഞ്ഞ വാക്കിതാണ്, വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലീഖ്, സുസ്മേരവദനനായി ഒരു പുഞ്ചിരിയോടെ നീ നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും അതൊരു ചെറിയ കാര്യല്ലേ എന്ന് നീ വെക്കരുതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിനെയും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ഉണർന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ, അതിലുമപ്പുറം ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ അവന്റെ മരണം വരെ എങ്ങനെ വേണമെന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയ പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. നമ്മൾ ഓരോ സ്റ്റെപ്പും ഓരോന്നിലും നമുക്ക് നന്മ കണ്ടെത്താൻ കഴിയണം. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫ്, നമ്മുടെ മനസ്സിലേക്ക് നിരന്തരം ആ വചനം ഓർമ്മ വേണം. ഒന്നിനെയും നവറാക്കി കാണാതെ, ഒന്നിനെയും നിസാരവൽക്കരിക്കാതെ, ഒന്നിനെയും നിസാരവൽക്കരിക്കാതിരുന്നാൽ ഇസ്ലാം ഓരോന്നും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കേവലം നിസ്കാരവും സകാത്തും നോമ്പും മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ചത്, നമ്മുടെ ജീവിതമഖിലവും. എങ്ങനെ ഉണരണം, എന്ത് ചൊല്ലി ഉണരണം, എങ്ങനെ ബാത്റൂമിലേക്ക് പോവണം, ഏത് കാലെടുത്ത് വെച്ച് കടക്കണം, എങ്ങനെ ഇരിക്കണം, ശേഷമെന്ത്, എങ്ങനെ തുടങ്ങി ഓരോന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. തുമ്മിയാൽ ഹംദ് ചെല്ലണമെന്ന് നമുക്കറിയാം, ഭക്ഷണ സമയത്ത് ബിസ്മി ചെല്ലണമെന്ന് നമുക്കറിയാം. പക്ഷേ നാം നിസ്സാരമാക്കുകയല്ലേ പലപ്പോഴും. എന്തോ അധ്വാനമുള്ളത് കൊണ്ടാണോ തുമ്മുന്ന സമയത്ത് നാം അറിയാതെ ഹംദ് ചൊല്ലുകയാണെങ്കിൽ അത് നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അക്കൗണ്ടായി അവിടെ രൂപം കൊള്ളുകയാണ്. ഇങ്ങനെ തുടങ്ങി ഏത് കാലെടുത്ത് വെച്ച്, എങ്ങനെ, ഏതു രൂപത്തിൽ, എന്ത് പറഞ്ഞുകൊണ്ട് എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് പോലെ അനേകം കാര്യങ്ങളിൽ ചിലതെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഹദീസിൽ തന്നെയുള്ള ഒരു പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കുക എന്ന കാര്യം അതൊരു സ്വതക്കയാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് നമുക്ക് സമ്പാദിക്കാൻ കഴിയും. പക്ഷേ
അപ്പോഴും ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫ്, നന്മയിൽ നിന്നൊന്നിനെയും നീ നിസ്സാരവൽക്കരിക്കരുതെന്ന് നാം ഗൗനിക്കാൻ മറക്കുന്നത് എന്തുകൊണ്ടാണെന്നോ? നമ്മൾ ആ ആഖിറത്തിനെ ആലോചിക്കാത്തത് കൊണ്ടാണ്. നാം എല്ലാവരും മരണത്തെ വിശ്വസിക്കുന്നവരാണ്, ഖബർ എന്ന സത്യത്തെ അംഗീകരിക്കുന്നവരാണ്, മഹ്ശർ എന്ന മഹാസത്യം അഭിമുഖീകരിക്കേണ്ടവരാണെന്ന് മനസ്സിൽ വിശ്വാസമുറപ്പിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മീസാൻ എന്ന മഹാസത്യത്തെ നാം ഒരിക്കൽ അഭിമുഖീകരിക്കേണ്ടവരാണെന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നാം മീസാന്റെ മുന്നിലാണ്. എന്താണ് മീസാൻ? നമ്മുടെ നന്മ തിന്മ തൂക്കപ്പെടുകയാണ്. ഒരൽപ്പമെങ്കിലും നന്മയാണ് കൂടുതലുള്ളതെങ്കിൽ അവനുള്ളത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത സൗകര്യങ്ങളുള്ള സ്വർഗമാണ് അവനുള്ളത്. ഇനി അതല്ല, ഒരണുമണി തൂക്കം തിന്മയാണെങ്കിൽ അല്പമെങ്കിലും അവൻ നരകം അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. ഈ ഒരു നിമിഷം നമ്മുടെയൊക്കെ മുന്നിൽ വരാനുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു അണുമണി തൂക്കം നന്മ അധികമാവണമെങ്കിൽ ഇവിടുന്ന് ചെയ്തല്ലേ തീരൂ. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ഈ ഭൂമിയിൽ നിന്ന് ചെയ്തത് മാത്രമേ അവിടെ ഉണ്ടാകൂ. നമ്മൾ മീസാന്റെ മുന്നിലാണ്. ഒരണുമണി തൂക്കം നന്മയും കൂടിയുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. എവിടെന്ന് കിട്ടും? ഒരണുമണി തൂക്കം നന്മയും കൂടിയുണ്ടെങ്കിൽ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ പ്രതിഫലവും കൂടിയുണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാം. ഇല്ലെങ്കിൽ എനിക്ക് നരകം അനുഭവിക്കേണ്ടി വരും. റമളാന്റെ രാത്രികളിൽ പോലും കളിയാരവങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉപമ പറയട്ടെ. അപ്പുറത്തൊരു ഗോളിട്ടു, ഇപ്പുറത്തും ഒരു ഗോളിട്ടു. ഇനി കളി അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. നമ്മൾ ആരാധിക്കുന്ന ടീമിന് ഒരു ഗോള് കൂടി ഇടാനുള്ള ആകാംക്ഷയോടെ എവിടെയോ നടക്കുന്ന കളിക്ക് വേണ്ടി ഹൃദയമിടിപ്പോടെ വീക്ഷിക്കുന്ന നമ്മൾ, സ്വർഗവും നരകവും എന്ന നമ്മൾ അനുഭവിക്കേണ്ട യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ ഇപ്പോഴുള്ളത് ഒരു നന്മയുടെ കുറവാണെങ്കിൽ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോഴേ അറിയൂ ഒരു ഹംദിന്റെ വില, ഒരു തസ്ബീഹിന്റെ വില. ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ ഒന്ന് പുഞ്ചിരിച്ചതിന്റെ, ഒന്ന് സലാം പറഞ്ഞതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. അവിടെ നിന്ന് നമുക്ക് കടം വാങ്ങാൻ കഴിയില്ല. നഫ്സി നഫ്സി എന്ന് ഓരോരുത്തരും അലമുറയിടുന്ന അന്നേക്ക് നമുക്ക് ഈ ചെറിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആ ഹദീസ് നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫ്, നന്മയിൽ നിന്നൊന്നും നീ നിസാരമായി തള്ളരുത്. പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ചിലതിലെങ്കിലും നമുക്കൊരു നിഷ്കർഷതയുണ്ടെങ്കിൽ, ഭക്ഷണ നേരത്തുള്ള ബിസ്മി, തുമ്മിയാലുള്ള ഹംദ്, വീട്ടിൽ നിന്നിറങ്ങുമ്പോഴുള്ള ഇടതുകാൽ മുന്തിക്കൽ, ഏതെങ്കിലും ചിലതൊക്കെ നിത്യമാക്കാൻ കഴിഞ്ഞാൽ അത് ആഖിറത്തിൽ, അതവിടേക്കുള്ള അക്കൗണ്ടിലേക്ക് വലിയൊരു ബാലൻസായി, അത് ആഖിറത്തിലേക്കുള്ള അക്കൗണ്ടിൽ വലിയൊരു ബാലൻസായി തീരുന്നു. ഏതാണ് നമ്മിൽ നിന്ന് അല്ലാഹു വലുതായി സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാനൊക്കില്ല. ദാഹിച്ച് വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്ത മുൻഗാമിക്ക് സ്വർഗം ലഭിച്ച കഥ പഠിപ്പിച്ചു തന്നത് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരു പൂച്ചയെ കെട്ടിയിട്ട് ദ്രോഹിച്ച പെണ്ണിന് നരകമനുഭവിക്കേണ്ടി വന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നതും സത്യമല്ലാതെ പറഞ്ഞിട്ടില്ലാത്ത നാവിൽ നിന്നാണ്. എങ്കിൽ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് എത്ര ഉദാഹരണം നമുക്ക് പറയാൻ കഴിയും. ഏത് കാര്യമാണ് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ റമളാൻ മാസത്തിലെങ്കിലും സുന്നത്തുകൾക്ക് ഫർളിന്റെ കൂലിയും ഫർളിന് 70,000 ഇരട്ടി ലഭിക്കുന്ന ഈ പുണ്യമാസത്തിൽ നന്മയെ തമസ്കരിക്കാതിരിക്കാൻ തിന്മയും ഇതുപോലെ തന്നെയല്ലേ. മിസ്കാല ദർറത്തിൻ ശർറൻ യറ, ഒരു ചെറിയ തെറ്റൊരാൾ ചെയ്താൽ തീർച്ചയായും അവൻ അത് അനുഭവിക്കേണ്ടി വരും. നമ്മൾ നിസാരമായി ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ തെറ്റുകളാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും മദീനയിലെ ഒരു ഖബർസ്ഥാന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അതേന്ദ്രിയ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കുന്നു, അവിടെയുള്ള 2 ഖബറാളികൾ ശിക്ഷിക്കപ്പെടുകയാണ്. യുഅദ്ദിബാനി, 2 പേർ ശിക്ഷിക്കപ്പെടുകയാണ്. വമാ യുഅദ്ദിബാനി ഫീ കബീരിൻ, അവരൊരു വലിയ കാര്യത്തിനൊന്നല്ല ശിക്ഷിക്കപ്പെടുന്നത്. സുമ്മ ഖാല, പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ബല, അല്ല, വലിയ കാര്യം തന്നെയാണ്. ഒരാൾ മൂത്രമൊഴിച്ചാൽ വേണ്ടത്ര ഗൗനിക്കാതെ അത് വൃത്തിയാക്കാതെ വേണ്ടത്ര മറക്കാത്തയാളാണ്. മറ്റൊരാൾ ഗീബത്ത് പറഞ്ഞ് നടക്കുന്നയാളാണ്. പിന്നെന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവര് ശിക്ഷിക്കപ്പെടുന്നത് വലിയ കാര്യത്തിനൊന്നും അല്ല എന്ന് നബി തങ്ങൾ ആദ്യം പറഞ്ഞിട്ട് പിന്നെ തിരുത്തി പറഞ്ഞത് എന്താണ്? ലൈസ ബികബീരിൻ ഫീ ഇഅ്തിഖാദിഹിമ ഔ ഫീ ഇഅ്തിഖാദിൽ മുഖാതിബീന, അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ആ 2 പേർക്കോ അവരതിനെ അത്ര വലിയ കാര്യമാക്കിയെടുത്തില്ല. വഹുവ ഇൻദല്ലാഹി കബീറുൻ, അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. നബിതങ്ങൾ ഒരു പച്ചത്തണ്ട് അവിടെ കുത്തിവെക്കുകയും അവരുടെ ശിക്ഷയ്ക്ക് ഇളവ് ലഭിച്ചതുമായ ഹദീസ് നമുക്കറിയാം. ഇവിടെ നമുക്കുള്ള പാഠം, നമ്മൾ ചെറുതായി കാണുന്ന പലതും അള്ളാഹുവിന്റെ അടുക്കൽ വലുതായിരിക്കും. അതുകൊണ്ട് ഒന്നിനെയും നവറാക്കി കാണാതെ നന്മയിൽ നിന്ന് പരമാവധി ആവാഹിക്കാനും തിന്മകളെ തൃണവൽക്കരിക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമുക്കും
നന്മകൾ വർദ്ധിച്ച് ആ സ്വർഗത്തിലെത്തിച്ചേരാം. റമളാന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗീയാവകാശികളിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.